അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മുടെ അയൺമാൻ്റെ വരെ ഫിൽറ്റർ ഊരി കൊടുത്ത കാര്യം. അപ്പം ഫിൽറ്റർ ഊരി കഴിച്ചിട്ട് വണ്ടിയുടെ അവസ്ഥ ഇതാണ്. നമ്മളെ തൊട്ടാ സ്റ്റാർട്ടാകുന്ന രീതിയിൽ പണിത് വെച്ചിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ എത്ര അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല. സ്റ്റാർട്ടാക്കി എടുക്കാം, എന്തെങ്കിലും ആ പ്രോപ്പർ സ്റ്റാർട്ടിംഗ് എല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ എയർ ഫിൽറ്റർ ഊരി മാറ്റിയല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഒരു എയർ ഫിൽറ്റർ നമ്മൾ അയൺമാന് വേണ്ടി നമ്മളിപ്പോൾ മേക്ക് ചെയ്തതാണ്. നമ്മളിപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പോകും. അത് ഫിറ്റ് ചെയ്താൽ മാത്രം പോരാ, പ്രോപ്പറായിട്ടൊരു ട്യൂണിങ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫിൽറ്ററിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 10 മടങ്ങായിട്ട് മാറും. അപ്പോൾ നമ്മളിത് വേറെ പണിയൊന്നും നമ്മൾ എടുക്കുന്നില്ല. എയർ ഫിൽറ്റർ വെക്കുന്നു, നമ്മുടെ ഇപ്പോൾ മേക്ക് ചെയ്ത് എയർ ഫിൽറ്റർ വെക്കുന്നു. എയർ ഫിൽറ്റർ വെച്ചിട്ട് ട്യൂൺ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങളെ കാണിക്കുക. ഇപ്പോൾ അടിച്ചടിച്ച് നമ്മുടെ കാല് പോകുന്നല്ലാതെ വണ്ടി ഒരു കാരണവശാലും കറക്റ്റായിട്ട് സ്റ്റാർട്ടായി വരത്തില്ല. സ്റ്റാർട്ടാകും, കറക്റ്റ് സ്റ്റാർട്ടിങ് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു എയർ ഫിൽറ്ററിനകത്ത് നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളിത് കാണിച്ചു തരാം. അയൺമാന് വേണ്ടി നമ്മൾ മേക്ക് ചെയ്ത എയർ ഫിൽറ്റർ, നമ്മൾ യുനിയുടെ ഒരു ഫിൽറ്ററാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇതേ രീതി നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ട്യൂണിങ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ട്യൂൺ ചെയ്തതിന് ശേഷം വണ്ടിയുടെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അന്നേരം അറിയാം. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ മേക്ക് ചെയ്ത ഈ എയർ ഫിൽറ്റർ ഇപ്പോൾ നമ്മുടെ അയൺമാന് ഫിക്സ് ചെയ്യാൻ പോവാണ്. എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് കയറ്റി വെച്ചിട്ട് ഒരു വാഷറും ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഞാനിപ്പോൾ നമ്മുടെ വണ്ടി ചെയ്തേക്കുന്ന ഇതേപോലെ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ അടുത്ത ബാച്ചിലേക്ക് നമ്മൾ എയർ ഫിൽറ്റർ വരുമ്പോഴത്തേക്ക് ഇത് ഫിക്സ് ചെയ്യാനുള്ള അതിനൂടെ ഇതേപോലുള്ളൊരു ബ്രാക്കറ്റ് കൂടെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ട്യൂണിങ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ സ്റ്റാർട്ടിങ് ഞങ്ങളെ കാണിച്ചു തരാം. ഒന്നുകൂടെ കാണിച്ചു തരാം.